Ashura, Post Director, Karthik Nagabhupati, Associate Professor, attend extended. In the studies, Tamil. Okay, Malayalam center. നമ്മൾ 5 BBA കോഴ്സുകളും 2 ഡിപ്ലോമ കോഴ്സും 2 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 5 BBA കോഴ്സുകൾ എന്ന് പറയുന്നത് മീഡിയയിലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇമേഴ്സീവ് റിയാലിറ്റി ഉണ്ട്, AI മീഡിയ ആർട്സ് ആൻഡ് പ്രാക്ടീസ് ഉണ്ട്, വിർച്വൽ പ്രൊഡക്ഷൻ ഉണ്ട്, സിനിമാറ്റിക് വിഷ്വൽ എഫക്ട്സ് ഉണ്ട്, ആനിമേഷൻ, ഫിലിം മേക്കിംഗ്. ഇത്രയും ആണ് നമ്മുടെ 5 BBA കോഴ്സ്. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളിൽ സ്ക്രീൻ ആക്ടിങ്ങിലുണ്ട്, സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിലുണ്ട്, 2 വീക്കെൻഡ് സ്ക്രീൻ ആക്ടിങ്ങും വീക്കെൻഡ് തന്നെ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങുമാണ്. അങ്ങനെ മൊത്തം 9 കോഴ്സുകളാണ് ഇത്. UGCയുടെ NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരമുള്ള സ്കിൽ യൂണിവേഴ്സിറ്റി ഡെവലപ്മെൻറ്റ് അങ്ങനെ ഒരു സ്കിൽ യൂണിവേഴ്സിറ്റിയുള്ള മേധാവി സ്കിൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അപ്ലിക്കേഷനിലാണ് BBA പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ AI ടെക്നോളജി AI നമ്മുടെ ഒരു കോഴ്സായിട്ട് തന്നെ അത് നമ്മുടെ അറിവ് വെച്ചിട്ട് ഒരു പക്ഷേ മീഡിയയിൽ AIയുടെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്ന ആദ്യത്തെ കോഴ്സായിരിക്കും ഒരു വേൾഡ് ലെവലിൽ തന്നെ 4 വർഷം. അതായത് AIയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായപ്പോഴും ഒരു ഇത് വളരെ ഒരു ന്യൂക്ലിയർ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഡേഞ്ചറസുമാണ്, ആർക്ക് വേണമെങ്കിലും അത് മിസ്യൂസ് ചെയ്യാം. അതൊരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കി എടുക്കണം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. ഏതൊക്കെ ലെവൽ വരെ നമുക്ക് അത് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. അതാണ് ഞാൻ ഒരു ന്യൂക്ലിയർ ഇതിനെ കുറിച്ച് പറഞ്ഞത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമാണ്. സാധനം ഉണ്ടാക്കാവുന്നതൊക്കെയുള്ള വലിയ അപകടമാണ്. സോ ഷുഡ് ബി ട്രെയിൻ, അങ്ങനെ അവരെ ട്രെയിൻ ചെയ്ത് തന്നെ എടുക്കണം. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ട്രെയിൻ ചെയ്ത് തന്നെ എടുക്കണം. അത് നമ്മുടെ അതുപോലെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് വളരെ ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ കാണിച്ച വിഷ്വലിനകത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. AIയുടെ പോസിബിലിറ്റീസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ബട്ട് AI വളരെ പെട്ടെന്ന് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് വളരെ സ്പീഡ് നോക്കുകയാണെങ്കിൽ, പക്ഷേ പലപ്പോഴും ഓട്ടോമേറ്റബിൾ ആയിട്ടുള്ള ജോലികളാണ് AI ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നത്. പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലികളിൽ AI അത്ര അധികം അത് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടൂൾ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യായിരിക്കും ചെയ്യുന്നതാണ് വിശ്വാസം. അതിനൊന്നും പേടിക്കേണ്ട തൊഴിലവസരം ഓട്ടോമേറ്റബിൾ ആയിട്ടുള്ള പല സാധനങ്ങൾ മാറും. പുതിയ ജോലികൾ ഉണ്ടായിരുന്നു. We have just launched. Then 20 സീറ്റ് വെച്ച് ഓരോ കോഴ്സിനും നമ്മൾ 20 സീറ്റ് കിട്ടും. അത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രയത്നം എല്ലായിടത്തും എത്തിച്ചിട്ട് നല്ല മെറിറ്റോറിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. AI ഇൻടു എല്ലാ ഇൻഡസ്ട്രിയിലും, അഗ്രികൾച്ചറിൽ തൊട്ട് എഡ്യൂക്കേഷനിൽ തൊട്ട് ഈ ഹോട്ടൽ ബിസിനസ്, ഹോട്ടൽ ബിസിനസ്സിൽ, ഫുഡ് പ്രൊഡക്ഷൻ, ഈ പറയുന്ന ഈ ഇതിൻ്റെ എല്ലാത്തിലേക്കും AI ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. അത് എല്ലാം AI ഈസ് ഗോയിങ് ടു ക്യാപ്ചർ ഓൾ ദിസ് തിങ്. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ്. ഇവിടെ നമ്മൾ BBA മെർജ് ചെയ്തിട്ട് AIയുടെ സാധ്യതകളെ കൂടി ആദ്യമായിട്ട് ലോകത്തിലാദ്യമായിട്ട് നമ്മൾ അറിവ് വെച്ചിട്ട് വേറെ ആരും ഇത് ലോകത്തിലാദ്യമായിട്ട് ആ സാധ്യതകൾ കൂടി, അതിൻ്റെ ടൂൾസ് കൂടി, അതിൻ്റെ ഇത് കൂടി ഈ സിനിമ ക്രിയേഷനിലും പ്രൊഡക്ഷനിലും ഉൾപ്പെടുത്താനാണ്, ഉപയോഗിക്കാനാണ് തോന്നുന്നത്. ആദ്യമായിട്ട് അത് അദ്ദേഹം AIയുടെ ഒരു എക്സ്പെർട്ടാണ് ഇപ്പോൾ ഗുരുദത്ത് എന്ന് പറഞ്ഞത്. അദ്ദേഹം അത് മെർജ് ചെയ്തെടുത്ത് ഇവരുടെ സഹായത്തോടു കൂടി, ഇവർ ഈ സിനിമയിലെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുടെ സഹായത്തോടു കൂടി മെർജ് ചെയ്തിട്ട് നമ്മൾ തന്നെ സിലബസ് ഉണ്ടാക്കിയിട്ട്
സിലബസ് ഈസ് യൂണിക്. ഈ പ്രോഗ്രാമത്തിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആണ്. അതായത് ഇൻഡസ്ട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് റെഡിയാവും. ജോബ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇനീഷ്യലി ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇവർക്ക് തന്നെ കൈപിടിച്ച് ഉയർത്താൻ പറ്റും. അവർക്ക് അവിടെ ജോലി കൊടുക്കാൻ പറ്റും. ജോലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ തന്നെ ഇവരാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഇൻഡസ്ട്രി AI കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി മേഖലയിലേക്കും വേണമെങ്കിൽ തിരിഞ്ഞു പോകാനും പറ്റും. പക്ഷേ സിനിമ ഇവിടെ വിട്ടുപോകാനല്ല പറഞ്ഞത്. ആ AI ടൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി മേഖല അഗ്രികൾച്ചർ, ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ, സയൻസ്, റിസർച്ച്, വാട്ട് നോ, എന്ത് നിങ്ങൾ പറഞ്ഞാലും അതിലേക്ക് AI കടന്നു. കഴിഞ്ഞ 2-3-4 വർഷമായിട്ട് AI കടന്നു വരാത്ത മേഖലകളില്ല. അതായത് ഒപ്റ്റിമമായിട്ട് നമുക്ക് ഇങ്ങനെ ബിസിനസ് നടത്താം. ഏത് മേഖലയിലാണ് അതിന് ഗുണം കിട്ടുക, ഈ എത്ര ഹോട്ടൽ ഇവിടെ ഉണ്ട്, പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഈ സ്വിഗ്ഗി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ഉപയോഗിച്ചു കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടൽ തുടങ്ങുമ്പോൾ തന്നെ അത് അതിനെ ഉപയോഗിച്ച് തുടങ്ങി. അതിൻ്റെ ഇതൊക്കെ തുടങ്ങി. ഒരു സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. സോഫ്റ്റ്വെയർ പൈത്തൺ എന്നൊക്കെ പറഞ്ഞിട്ട്, ഗൂഗിൾ കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. ഒരു മിനിറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ട്. ഡാറ്റ, ഈ പറയുന്ന അവൈലബിൾ ആയ ഡാറ്റ ഉപയോഗിച്ച് റിസർച്ച് നടത്തിയിട്ട് അത് ഒപ്റ്റിമം എന്താണ്, ഞാൻ ചെയ്യേണ്ടത് എന്താണ്, എത്ര പ്രൈസിന്, അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനാണ്. ഇവർ ഇവിടെ സ്പെസിഫിക്കലി ടു സിനിമയാണ് നമ്മൾ BVA ഉപയോഗിക്കുന്നത്. പക്ഷെ ആ ടൂള് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യും. സാർ ചോദിച്ചത് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ, സൗത്ത് ഇന്ത്യൻ സിനിമയിൽ സ്റ്റിൽ ടെക്നോളജിക്ക് வெளிநாடுக்கு போகிறாங்க. இப்போ லேட்டஸ்ட்டாக விஜயோட படம் டிஏஜிங், இந்த படமெல்லாம் கூட டிஏஜிங்கில் வெளிநாடு தான் மேக் பண்ணுறாங்க. அந்த மாதிரி டெக்னாலஜி யூஸ் பண்ண முடியுமா? அது எந்த அளவுக்கு நம்ம ஃபிலிம் டெக்னாலஜி யூஸ்ஃபுல்லாக இருக்கும்? സർ, ഇത് ആക്ച്വലി ടെക്നോളജി ഇല്ലാത്തതല്ല പ്രശ്നം. കാരണം ഈ ഡിജിറ്റൽ വന്നതോട് കൂടിയിട്ട് നമ്മൾ US അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഇവിടെ പലപ്പോഴും അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്, ഇവിടെ ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അമേരിക്കയിൽ പോകും, ബെറ്റർ പെയ്ഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ US പോകും, അവരവിടെ നിൽക്കും. ലോഡ് ഓഫ് ഫിലിമിൻ്റെ വർക്കുകൾ ഈവൻ ബോംബെയിൽ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈദരാബാദ് നടക്കുന്നുണ്ട്. VFX പോലുള്ള സാധനങ്ങൾ അത് ഹ്യൂമൻ റിസോഴ്സ് ഓറിയൻറ്റഡ് ആണ്. അപ്പം ഇപ്പം ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് വെളിയിൽ പോകേണ്ടി വരും. വിർച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽ വിർച്വൽ പ്രൊഡക്ഷൻ ഹൈദരാബാദിൽ ഒരെണ്ണം മാത്രമേ ആയിട്ടുള്ളൂ. ബട്ട് ഇഫ് യു വാണ്ട് സംബഡി ടു ഷൂട്ട് ദ നെക്സ്റ്റ് ഡേ, ഇന്ന് അവിടെ കയറിയിട്ട് നെക്സ്റ്റ് ഡേ ഷൂട്ടിന് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. സോ ഇഫ് യു വാണ്ട് ടു ഡു ദാറ്റ്, മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു വെളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശങ്കറിൻ്റെ സിനിമകളും ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ 7 അത്ഭുതങ്ങളിലൊക്കെ പോയ പാട്ടുകളൊക്കെ ഉണ്ട്. ഇന്ന് അത് ആവശ്യമില്ല. ഇന്ന് അതിൻ്റെ വിഷ്വൽ നമുക്ക് ഈ ഹൈ എൻഡ് LED വോളിൽ വിർച്വൽ പ്രൊഡക്ഷനിൽ നമുക്ക് കിട്ടും. സോ ആ പറയുന്ന ആവശ്യം ഉണ്ടാവും. അവർ കൺസെപ്റ്റ് ഈസ് വി ഹാവ് എ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ദർ വിത്ത് ഓൾ sound, visual, camera and all other things. It's a streamlined process. And our students will also be part of that. So when he or she completes the course, they will be coming out even after apprenticeship. That means an assistant student can directly start work on the next day. See, now if you look into earlier, all the software companies used to take students or employees, train them in their this thing, and now it's not there, because after training, after 1 or 2 years, they will work there, and when he is experienced, he will go to other places. So now very few companies get trained doing the training process. Similarly, if our students comes out this place, they can be directly employed. And even before that, we have tying up with many industry companies and other things to place these students. We need the placement assistance also, especially the BBA courses and the diploma courses can be placed. There are a lot of companies working on. Sir, you are mentioned here, please, that campus which is there, Kodupara, the campus. Yes. How many acres the campus? Is it ready for shoot everything? Yes. Shooting, many shoot happen in all these days. And
think we have restricted. I think traffic, lot of films. How many acres? Many acres. It comprises of placed in 3 panchayats. You understand? You can imagine 3 panchayats: Puducherry, Vadagarapadi, and Alappuzhi. 3 panchayats comprise. Too many places are there, and we are acquiring a lot of places. And our chairman's concept is that if their land and energy and and human resources are there, right human resources are there, the development is very possible. So you are making like a film city. Film city. Yeah, So more than We film call city. it as media park. Media park. Since film is not the only entertainment medium. We have games, we have television, we have OTT platforms. So that's why we are calling it as media park. Under that, it's a film city. They can work there. Even television also, television shooting, serials and other things come to these places. They can come. We'll have all residential facilities. They can come, settle there, complete the work. You don't need to go out any places. And there are some film cities which generally used for tourism. We are not like that. Because there are many film cities finally end up with tourism and other things, but we are not promoting tourism inside that because it's not going to help. Earlier, earlier it was okay, but now the get-up and other things. If somebody comes and shoot the heroes get-ups or heroine get-ups and publishing social media is not so. It's a restricted area. Only the concerned people will be there. Nothing will be shot other than their permission. No, nothing will be there. It's not a tourism place. It's like a very safe. That's what we are doing. And we are also in the project. The students after completing, if they have an idea to film making or something like that, we will provide them the facility, all the facilities in a very subsidized rate because we want our students to excel in the industry. நிறைய கிளாஸஸ் வந்து தியரிட்டிக்கலாக இருக்குது மோஸ்ட்லி What ப்ராக்டிக்கல் job opportunities from these courses you have provided any job opportunities? See, that is actually what we are trying up with many industry companies and other things who working in the different fields. They need job employees, trained employees. So our role is we train these people to the maximum and give to them because it's a product of the other company's byproduct, raw material. So we will do that. We are custom designing some courses for some companies, which is finalized. So we can say that we will give placement assistance with this. All the students. It's like they will come to the campus. We can give them profiles and other things. They can interview online and other things. We hope we will have some international connections also. All our and another to suppose there are some students they will be having an interest to make their own films. So that is where what he said because we have the production facility, the students if they are making their own films like a animation filmmaker make a film there, we will give them support on a highly discounted rate. So maybe you can say that if you make 2-3, if they work like a cinematographer comes out and he comes there and a student of our alumni comes make a film, shoot a film, we can provide cameras, we can provide all other facilities at a very cheaper rate. In turn, maybe 1 or 2 films, he will indirectly he can take back the tuition fees or whatever he is. That is something like we are giving to even support to students to like a startup or entrepreneurship. Even all other courses we can do that. So that and we will provide mentorship and technical support also initially to make them produce the movies, film or a television serial or something like that.
they are keen in doing it. We will subsidize the faculty members will give the mentorship support. Supporting for your students. Yeah, students. If they are stuck up everywhere, so they can approach the faculty and get it by their experience. They will guide them.